നമസ്കാരം. SSLC വിദ്യാർത്ഥികൾക്കായി മൈ റേഡിയോ 90 FM ഒരുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ ജയപ്രകാശ് PK. എന്നോടൊപ്പം അതേ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ ദേവത്തൻ കെ സന്തോഷ്. ഞാൻ CMS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്താ ഈ ദേവദത്ത പഠനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ? ഓക്കെയാണ്, എന്നാലും കുറച്ച് സംശയങ്ങളുണ്ട്. ഇപ്പോൾ പരീക്ഷയുടെ മാർക്കും കൂൾ ഓഫ് ടൈം ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നും. മാത്സ് പരീക്ഷയിലെ 80 മാർക്ക് തിയറി, 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എല്ലാവർക്കും അറിയാം. 2.5 മണിക്കൂറാണ് ഗണിതശാസ്ത്ര പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന സമയം. പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും, സമാശ്വാസ സമയം ഉണ്ടായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ആ 15 മിനിറ്റ്. ഗണിതശാസ്ത്രത്തിൽ നമ്മൾ 2-3 ആവർത്തി ക്വസ്റ്റ്യൻസ് വായിച്ച്, ചോദ്യങ്ങൾ വായിച്ച് അതിൽ പിക്ക് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. പ്രധാനപ്പെട്ട് നമുക്ക് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള, നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും, ഉത്തരം എഴുതാൻ കഴിയും എന്നുറപ്പുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്യേണ്ട സമയമാണ് ഈ കൂൾ ഓഫ് ടൈം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ കൂൾ ഓഫ് ടൈമിൽ സെലക്ട് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. നമ്മൾ ചോദ്യ പേപ്പറിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ സമാശ്വാസ സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. ആ നിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റൂട്ട് 2, റൂട്ട് 3, പൈ തുടങ്ങിയ സംഖ്യകളുടെ വിലകൾ ഗുണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഗുണിച്ച് സമയം കളയണ്ട, അതേപോലെ തന്നെ ഉത്തരത്തിൽ അത് ഇടാം. ഇനി പാഠഭാഗങ്ങളിൽ നിന്ന് ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ അരിത്മെറ്റിക് സീക്വൻസസിൽ ഏറ്റവും കൂടുതൽ കണ്ടുള്ള ചോദ്യത്തിൻ്റെ ടൈപ്പ് അങ്ങനത്തെ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഗണിത പഠനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. 3 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ചോദിക്കുക. ഏകദേശം ഒരു 10 മാർക്ക് അതിൽ നിന്ന് വരും. ഈ 3 ചോദ്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഒന്ന് എണ്ണാമ്പദം കണ്ടെത്തുക എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് ആൾജിബ്രിക് ഫോം എഴുതുക, ബീജഗണിത രൂപം എഴുതുക എന്നുള്ളത്, മൂന്നാമത്തെ പദങ്ങളുടെ തുക കാണുന്നത്. ഈ 3 കാറ്റഗറിയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എണ്ണാമ്പദം കാണുന്നതിന് വേണ്ടി ഒരു പ്രധാന വാചകം നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, F+n-1 × d എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഏതൊരു സമാന്തര ശ്രേണിയിലെയും എണ്ണാമ്പദം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ആൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. an+b രൂപത്തിലാണ് സമാന്തര ശ്രേണിയെയും an+b രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയും. പിന്നെ ഒന്ന് അതിൻ്റെ തുക കാണുന്നതിന് വേണ്ടിയാണ്. തുക കാണുന്നതിനും ഇതുപോലെ തന്നെ ഒരു ഡിഫൈൻഡ് രൂപമുണ്ട്, ഒരു നിർവചിക്കപ്പെട്ട ഒരു രൂപം ഈ ചാപ്റ്ററിലുണ്ട്. അത് തുക കാണാൻ വേണ്ടി n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം, അത് ഉപയോഗിച്ചാലും നമുക്ക് തുക കാണാൻ പറ്റും. ഈ 3 ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരിക. പിന്നെയുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്ന് വരിക എന്നാണ് മാഷിൻ്റെ അഭിപ്രായം? അത് 2ാമത്തെ ചാപ്റ്ററായ സർക്കിൾസും 6ാമത്തെ ചാപ്റ്ററായ ടാൻജൻസും, വൃത്തങ്ങളും തൊടുവരകളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വൃത്തങ്ങളും തൊടുവരകൾക്കും പ്രത്യേകത എന്താ പറയുക, 2 ചോദ്യങ്ങളും കലർത്തിയിട്ടാണ് ചോദിക്കുക. ഇതിലത്തെ ആശയം തൊടുവരയിലത്തെ ആശയം രണ്ടും കൂടി കലർത്തിയിട്ടാണ് ചോദ്യങ്ങൾ വരിക. അല്ലാതെ തൊടുവരയിലത്തെ ചോദ്യങ്ങൾ വേറെ, വൃത്തങ്ങളത്തെ ചാപ്റ്ററിലത്തെ ചോദ്യങ്ങൾ വേറെ, അങ്ങനെയില്ല. 2 ആശയങ്ങളും കലർത്തി വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക. 2 ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നന്നായി മാർക്ക് കവർ ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വൃത്തങ്ങളിൽ നമ്മൾ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. വൃത്തങ്ങളിൽ തന്നെ നമ്മൾ അതിൻ്റെ നിർമ്മിതി വരുന്നതുണ്ട്. അന്തർവൃത്തം, സർക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും അന്തർവൃത്തം. ഈ അന്തർവൃത്തം തന്നെ 2 രീതിയിലും പഠിപ്പിക്കുന്നുണ്ട്. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം തന്നിട്ട് 2ാമത്തെ ഭാഗത്തും ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ തന്നിട്ട് തൊടുവരയുടെ ചാപ്റ്റർ, അതിലേതെങ്കിലും ഒന്ന് ചോദിക്കും.
ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് അന്തർവൃത്തം വര. അന്തർവൃത്തം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ അന്തർവൃത്തം രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ രീതിയെ ബേസ് ചെയ്തിട്ടാണോ അതോ ആറാമത്തെ പാഠഭാഗമായ തൊടുവരയെ ബേസ് ചെയ്തിട്ടാണോ ചോദിച്ചതെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ പാഠഭാഗമായ വൃത്തത്തെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ ത്രികോണത്തിലെ വശങ്ങളുടെ നീളം തന്നിട്ടുണ്ടാവും. ആറാമത്തെ പാഠഭാഗമായ തൊടുവരയിൽ വീണ്ടും അന്തർവൃത്തം വരയ്ക്കാണ്ട് അവിടെ ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് പകരം ത്രികോണത്തിൻ്റെ കോണുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. തിരിച്ചറിയാൻ വേണ്ടി ത്രികോണത്തിൻ്റെ കോണുകൾ തന്നിട്ടുണ്ടെങ്കിൽ കൂടെ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ അളവ് കൂടി തന്നിട്ടുണ്ടാവും. അതൊന്നും അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ട്രിഗണോമെട്രിയിലത്തെ ആവശ്യമുള്ള 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ. ട്രിഗണോമെട്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടൊരു ചോദ്യം അതിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ 30, 60, 90 ആണെങ്കിൽ വശങ്ങളുടെ അംശബന്ധം 1:√3:2 അത് വെച്ചിട്ടൊരു ചോദ്യങ്ങൾ വരും. അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ കോണുകൾ 45, 45, 90 ആണെങ്കിൽ വശങ്ങളുടെ അംശബന്ധം 1:1:√2 എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. പിന്നെ അതിൽ ചോദിക്കുന്നത് ഓരോ വശത്തിൻ്റെ നീളം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വശത്തിൻ്റെ നീളങ്ങൾ കാണുന്നതിന് വേണ്ടി ചില ത്രികോണമിതി അംശബന്ധങ്ങൾ പഠിക്കണം. സൈൻ, കോസ്, ടാൻ, ഇത് 3 പഠിച്ചാൽ മതി. ഈ 3 അതിലത്തെ എല്ലാവിധ ത്രികോണമിത അംശബന്ധ പ്രശ്നങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഒരു വൃത്തവും ത്രികോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് വൃത്തത്തിൻ്റെ ആരമോ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ ഒരു വശമോ തരും, എന്നിട്ട് ത്രികോണത്തിൻ്റെ വശം തന്നിട്ട് വൃത്തത്തിൻ്റെ ആരം കാണാൻ പറയും, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ആരം തന്നിട്ട് ത്രികോണത്തിൻ്റെ വശം തരും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യമുണ്ട്. സൂത്രവാക്യമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു വാചകം. വശം എ ആണെങ്കിൽ A = 2r sin A, A = 2r sin A എന്ന സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃത്തത്തിൻ്റെ ആരം തരികയാണെങ്കിൽ ത്രികോണത്തിൻ്റെ വശങ്ങൾ കണ്ടെത്താനും, അതുപോലെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉയരവും സ്ഥാനവും എന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യഭാഗമാണ്. നമ്മൾ തന്നിരിക്കുന്ന കോണുകളുടെ ടാൻ മെഷർമെൻറ്റ് എടുക്കുക. തന്നിരിക്കുന്ന കോണുകളുടെ ടാൻ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിനി എന്താണ് കാണേണ്ടത്, ആ കാണേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സമവാക്യം കണ്ടെത്തുക. ആ സമവാക്യം കണ്ടെത്തിയാൽ ഈസി ആയിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് കൺസ്ട്രക്ഷൻസിൻ്റെ ഭാഗത്തായിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ സെയിം ഏരിയ വരുന്ന സ്ക്വയർ വരയ്ക്കാനും ഒക്കെ പറയാം. നിർമ്മിതിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ചതുർഭുജത്തിൻ്റെ തുല്യപരപ്പുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്നുള്ളത്. അത് 2ാമത്തെ ചാപ്റ്ററിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2ാമത്തെ ചാപ്റ്ററിൽ ഒരു പ്രധാന ഇക്വേഷൻ ഉണ്ട്, P × PB = PC². കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ PA + PB എന്ന് പറയുന്നത് നമ്മുടെ ചതുരത്തിൻ്റെ നീളം പ്ലസ് വീതിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചതുരം വരച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു ചതുരത്തിൻ്റെ നീളം 4, വീതി 3 ആണെങ്കിൽ 4ഉം 3ഉം വെച്ച് ഒരു ചതുരം വരച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിൻ്റെ ആ പ്രധാനപ്പെട്ട രേഖ നീളം പ്ലസ് വീതി ആയിരിക്കും. അപ്പം നീളം 4ഉം വീതി 3 ആണെങ്കിൽ 4 + 3 7 സെൻറ്റിമീറ്ററിൽ ഒരു വര ആദ്യം വരയ്ക്കുക. ഈ 7 സെൻറ്റിമീറ്ററിന് മധ്യബിന്ദു കണ്ടെത്തുക. കാരണം നമുക്കറിയാം PA × PB = PC², വൃത്തോ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തോ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വൃത്തം കിട്ടണമെങ്കിൽ ഈ PA + PB, അതായത് 4 + 3 എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദു കണ്ടെത്തണം. മധ്യബിന്ദു ഒന്നെങ്കിൽ 7ൻ്റെ പകുതി 3.5 എന്ന് കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച പോലെ പകുതിയിലധികം എടുത്ത് ആർച്ച് വരച്ച് നമുക്ക് ബൈസെക്ടർ സമഭാജി വരച്ച് നമുക്ക് മധ്യബിന്ദു കണ്ടെത്താം. മധ്യബിന്ദുവിലെ കോമ്പസ് കുത്തി ഒരു അഗ്രത്തിലേക്ക് വച്ച് ഒന്നുകിൽ വൃത്തമോ അല്ലെങ്കിൽ അർദ്ധവൃത്തമോ വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ ചതുരത്തിൻ്റെ ഒരു വീതിയുണ്ട്, വീതി വൃത്തത്തെ മുട്ടിക്കണം. ആ വൃത്തത്തെ മുട്ടിക്കുന്നതായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിൻ്റെ ഒരു വശം. അത് കോമ്പസിലെടുക്കുക, ആ അളവ് കോമ്പസിലെടുത്തിട്ട് നമുക്ക് സമചതുരം വരയ്ക്കാൻ കഴിയും.
പിന്നെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും മാത്തമാറ്റിക് ഓഫ് ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയുടെ ഗണിതം. സാധ്യതയുടെ ഗണിതത്തിൽ 3 രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ജാമിതീയ സാധ്യത എന്ന് പറയും, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ സാധ്യത കണ്ടെത്തുന്നത് വളരെ രസകരമായിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെ ഒരു ഐഡൻറ്റിക്കൽ ഫിഗേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ തുല്യമായ രൂപങ്ങൾ കിട്ടുന്ന രീതിയിൽ മുറിക്കുക. എന്നിട്ട് മൊത്തം എത്ര രൂപങ്ങൾ കിട്ടിയത് അത് ടോട്ടൽ അതിൻ്റെ നമ്മളൊരു റേഷ്യോയുടെ ഒരു ഭിന്നസംഖ്യ എഴുതുന്നതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് അത് എഴുതാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഷെയ്ഡഡ് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ അങ്ങനെയാണല്ലോ ചോദ്യങ്ങൾ വരിക. അതായത് കറുപ്പിച്ച ഭാഗത്ത് എത്ര ഇത് വന്നിട്ടുണ്ട് അത് മുകളിൽ എഴുതിയിട്ട് നമുക്ക് സാധ്യതയുടെ ഗണിതം ചെയ്യാൻ പറ്റും. പിന്നൊന്ന് സാധാരണ രീതിയിൽ 5 പേപ്പറുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു, അപ്പോൾ അതിൻ്റെ സാധ്യത എത്ര, 8 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഒരു വെളുത്ത ബോൾ എടുക്കുന്നു, അങ്ങനെയുള്ള സാധ്യത. അപ്പോൾ 8 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ 1/8, 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ 2/5, അങ്ങനെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോഡി എന്ന് പറയുന്നത്. ജോഡി എന്ന് പറയുമ്പോൾ 2 പാത്രം ഉണ്ടായിരിക്കും. 2 പാത്രത്തിൽ ഒരെണ്ണത്തിൽ വെള്ള പന്ത് ഉണ്ടാകും, ഒരെണ്ണത്തിൽ കറുത്ത പന്തുണ്ട്. രണ്ടിൽ നിന്നും ഓരോന്നും ഒരേ സമയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഓരോ വാചകമാണ്. 2 നിന്നും ഒരേ സമയം ഓരോന്നും എടുക്കുന്നു. 2 ബോക്സിൽ നിന്നും അല്ലെങ്കിൽ 2 പാത്രത്തിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മുടെ കയ്യിൽ 2 പന്ത് വരികയാണ്. അവിടെ ജോഡി, പെയർ എന്നുള്ള ആശയമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഗുണിക്കണം. ആകെ ജോഡി കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു 4 എണ്ണം, ഇവിടെ 5 ആണെങ്കിൽ 4 × 5 20 എന്ന് ഗുണിക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാധ്യത വരുന്ന രീതിയിലുള്ള അതിൻ്റെ സാധ്യതകൾ പിന്നെ കണ്ടെത്തുക. ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുകയാണെങ്കിൽ ആ 3 എണ്ണം ഏതെല്ലാം രീതിയിൽ വരണു എന്ന് കണ്ടെത്തണം. രണ്ടാമത്തെ പാത്രത്തിൽ നിന്ന് വെള്ളപ്പന്തുകൾ മാത്രം വരുമെന്ന് പറഞ്ഞാൽ വെള്ളപ്പന്തുകൾ എത്ര എണ്ണം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്താൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ 2 തരത്തിൽ പഠിക്കും. എന്നാൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ എല്ലാതും ചെയ്തോടെ, -b + or -√b² - 4ac. നല്ല ചോദ്യമാണ്. ഏറ്റവും അവസാനത്തെ ജനറൽ ഫോർമുലയുണ്ട്, -b + or -√b² - 4ac / 2a. അത് വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനത്തെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. പക്ഷെ ചില അവസരങ്ങളിൽ ചോദ്യകർത്താവ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ചെയ്യുക അല്ലെങ്കിൽ വർഗ പൂർത്തീകരണ രീതിയിൽ ചെയ്യുക എന്ന് എടുത്തു പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വർഗം പൂർത്തീകരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ദ്വിമാന സമവാക്യങ്ങളിൽ ഫാക്ടർ മെത്തേഡ് ഉപയോഗിക്കാം. x - a × x - b എന്ന ഫാക്ടർ മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വർഗം പൂർത്തീകരിക്കുന്ന രീതിയിൽ ചെയ്യാം. 2 ഭാഗത്തും വർഗം വന്നിട്ടുള്ള രീതിയിൽ ചെയ്യാം, വർഗം പൂർത്തീകരിച്ചിട്ട് ചെയ്യാം. പിന്നെ നേരത്തെ നമ്മൾ അവസാനം പറയുന്ന സൂത്രവാക്യ രീതിയിൽ ചെയ്യാം. വർഗം പൂർത്തീകരിക്കുന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ ചെയ്യണം. അവിടെ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കുക, എക്സിൻ്റെ ഗുണോത്തരത്തിൻ്റെ പകുതിയുടെ വർഗം 2 ഭാഗത്തും കൂട്ടിയാൽ നമുക്കൊരു പൂർണ്ണവർഗം ഉണ്ടാക്കാൻ കഴിയും. പൂർണ്ണവർഗം 2 ഭാഗത്തും പൂർണ്ണവർഗം കിട്ടിയാൽ അതിൻ്റെ വർഗ്ഗമൂലം എടുത്താൽ പിന്നെ എക്സ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. പിന്നെ 6ാമത്തെ പാഠമായിട്ടുള്ള കോർഡിനേറ്റ്സ്, അതിൽ കൂടുതലും വരയ്ക്കാനുള്ളതാണെന്ന് വരാറുണ്ടെന്നാണ് തോന്നുന്നത്. കോർഡിനേറ്റ്സ് നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എക്സ് അക്ഷം വൈ അക്ഷം വരച്ച് അതിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അത് ചോദിക്കാറുണ്ട്, ഇപ്പോൾ സാധാരണ അത് ചോദിക്കാറുണ്ട്. പിന്നൊന്ന് അകലം കണ്ടെത്താനുള്ളത്. അകലം കണ്ടെത്തുന്നതും ഒരു സ്ഥിരം ചോദ്യമാണ്. അകലം കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികളും പഠിച്ചിരിക്കേണ്ട ഒരു വാചകമുണ്ട്. അതിൽ എന്താണത്? √(x2 - x1) + y2 - y1). അത് ഉപയോഗിച്ചിട്ട് ഏതിൻ്റെയും അകലം കണ്ടെത്താൻ കഴിയും. ഈ അകലം കണ്ടെത്തുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു 4 വാചകങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. 5 വാചകങ്ങൾ എന്നാണ് പറയുക, പ്രധാനമായിട്ട് 4 എണ്ണം. എന്താണ് ആ വാചകങ്ങൾ? ഒന്ന്, ഒറിജിൻ, ആധാരബിന്ദു എപ്പോഴും 0, 0 എന്നുള്ളതായിരിക്കും. രണ്ടാമത്തേത് ഏതാ? എക്സ് അക്ഷത്തിലെ വൈ നിർദ്ദേശാങ്കം എപ്പോഴും 0 ആയിരിക്കും. മൂന്നാമത്തെ, വൈ അക്ഷത്തിലെ എക്സ് നിർദ്ദേശാങ്കം 0 ആയിരിക്കും. 4ഉം 5ഉം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാലാമത്തെ എന്താ? എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ വൈ നിർദ്ദേശാങ്കങ്ങളെല്ലാം തുല്യമായിരിക്കും.
y അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എക്സ് നിർദ്ദേശാങ്കങ്ങളെല്ലാം തുല്യമായിരിക്കും. ഈ 5 വാചകം ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ജോമെട്രി ആൻഡ് അൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ജാമിതിയും ബീജഗണിതവും, ഇതിൻ്റെ തുടർച്ചയാണ് ജാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്റർ. അതിലെത്തി കുറേ ചോദ്യങ്ങൾ നമുക്ക് ഈ 5 വാചകത്തെ ആസ്പദമാക്കി ചെയ്യാൻ കഴിയും. ഈ 5 വാചകത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ചതുരത്തിൻ്റെ 2 ബിന്ദുക്കൾ തരും, മറ്റു 2 ബിന്ദുക്കൾ കണ്ടെത്താൻ പറയും. അത് ഈ ആശയം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഒരു സാമാന്ത്രികത്തിൻ്റെ 3 മൂലകൾ തരും, 4ാമത്തെ മൂല കണ്ടെത്താൻ പറയും. അത് ഈ ആശയം ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ 1ാമത്തെ പാർട്ട് കംപ്ലീറ്റ് ആക്കി, 2ാമത്തെ പാർട്ടിലേക്ക് കിടക്കും, ടാൻജൻസ് എന്നുള്ള പാഠം. തൊടുവരയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് തൊടുവര വരയ്ക്കാനാണ്. തൊടുവര വരയ്ക്കുമ്പോഴേ 2 രീതി, അത് ഏതൊരു കുട്ടി മനസ്സിലാക്കണം. സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, തൊടുവര വരയ്ക്കുക എന്നുള്ളത്. തൊടുവര തന്നെ 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന് ബിന്ദു വൃത്തത്തിന് പുറത്ത്, പിന്നെ വൃത്തത്തിൽ തന്നെ ബിന്ദു. 2 രീതിയിലും ഏതെങ്കിലും ഒന്ന് ചോദിക്കും. രണ്ടും നമുക്ക് പഠിച്ചിരിക്കണം. വൃത്തത്തിൻ്റെ പുറത്താണ് ബിന്ദു എങ്കിൽ ആ വൃത്തകേന്ദ്രവും ബിന്ദുവും തമ്മിലുള്ള അകലം, അതിൻ്റെ സമവാചി വരയ്ക്കുക. അവിടെ നിന്ന് ആ വൃത്തവും വൃത്തകേന്ദ്രവും ഈ ബിന്ദുവും ഉൾപ്പെടുന്ന ഒരു വലിയൊരു വൃത്തം വരയ്ക്കുക. വലിയ വൃത്തം ചെറിയ വൃത്തത്തെ ഖണ്ഡിക്കുന്ന, മുറിക്കുന്ന ആ 2 ബിന്ദുക്കൾ അവിടെ നിന്ന് തൊടുവര വരയ്ക്കാൻ അറിയണം. പിന്നെ വൃത്തത്തിൽ തന്നെ ബിന്ദു വരികയാണെങ്കിൽ തൊടുവര വരയ്ക്കാൻ ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആശയമുണ്ട്. എന്താണ് ആശയം? ആരവും തൊടുവരയും ഉൾപ്പെടുന്ന കോൺ 90 ഡിഗ്രി എന്ന ആശയം അവിടെ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വളരെ സുഖമായിട്ട് കോൺ മാപ്പിന് ഉപയോഗിക്കുക. ആദ്യം ഒരു ആരം വരയ്ക്കുക ഈ ബിന്ദുവിലേക്ക്, ആ ബിന്ദുവിൻ്റെ അവിടെ കോൺ മാപ്പിന് വയ്ക്കുക, 90 ഡിഗ്രി മുകളിലേക്ക് എടുക്കുക, താഴേക്ക് 90 ഡിഗ്രി എടുക്കുക, നീട്ടൊരു വരച്ചത്. വളരെ സിമ്പിളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് ഉള്ള പാടാണ് സോളിഡ്സ്. അതിൽ ഇക്വേഷൻ്റെ ഒരു കളിയെന്ന് പറയാം, അത്ര അധികം ഇക്വേഷൻസ് ആയിരുന്നു. അത് ശരിയാണ്. സോളിഡ്സിൽ 3 സോളിഡ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ 3 സോളിഡ്സ് ഒന്ന് ഘനരൂപങ്ങൾ 3 പഠിക്കാനുള്ളത്. ഒന്ന് സമരസ്തൂപിക, 2ാമത്തെ കോണ്, 3ാമത്തെ ഗോളം. 3 നിന്നും ഓരോ ചോദ്യങ്ങൾ ഉറപ്പാണ്. സമരസ്തൂപിയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വാചകമാണ് അതിൻ്റെ ഉപരിതല പരപ്പളവ് കാണുക എന്നുള്ളത്. ഉപരിതല പരപ്പളവ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ രൂപം അറിയാലോ. താഴെ ഒരു സമചതുരം, അപ്പോൾ പാദവിസ്തീർണം എന്ന് പറഞ്ഞാൽ സമരത്തിൻ്റെ വിസ്തീർണം. പിന്നെ 4 ത്രികോണങ്ങളുണ്ട്, സമവാർഷ ത്രികോണങ്ങളുണ്ട്. അപ്പോൾ പാദവിസ്തീർണം പ്ലസ് 4 സമവാർഷ ത്രികോണ വിസ്തീർണം എന്ന രീതിയിൽ ചെയ്യാം. ചിലവരത് സൂത്രവാക്യം ഉപയോഗിക്കും, a² + 2al എന്ന് വെച്ചിട്ട് ഈസിയായിട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഇനി സൂത്രവാക്യം പഠിക്കാൻ ഒരു മടി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ വോളിയം കാണുന്നതാണ്, അതായത് വ്യാപ്തം കാണുന്നത് സമചതുര സ്തൂപികയുടെ വളരെ ഡയറക്റ്റായിട്ടുള്ള സൂത്രവാക്യം നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ട്. വ്യാപ്തം = 1/3 a²h. വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, ഒരു സമരസ്തൂപിക കിട്ടിയാൽ അതിൻ്റെ പാദവക്ക് ഏത്, പാർശ്വവക്ക് ഏത്, ചെരിവുയരം ഏത്, ഉയരമേത്, അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. മാത്രമല്ല, ഒന്ന് തന്നാൽ മറ്റൊന്ന് കണ്ടെത്താനുള്ള വഴികളുണ്ടല്ലോ. കാരണം ചെരിവുയരം കാണാൻ √h² + a/2² അത് കണ്ടെത്താനും തിരിച്ചറിയണം. അവ തമ്മിലുള്ള ബന്ധം അത് കണ്ടെത്താൻ പറ്റിയാൽ പകുതി എളുപ്പമായി. കോണിലെ വളരെ ഒരു ഏറ്റവും എളുപ്പം വഴി പറയാം, ഒരു കോൺ നിവർത്തി വെച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ പാഠഭാഗത്തിൽ അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഒരു കോൺ നിവർത്തി വെച്ചാൽ എങ്ങനെയിരിക്കും? ഒരു സെക്ടർ, അതിൻ്റെ താഴെ ഒരു വൃത്തം. അപ്പോൾ അതിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വൃത്തത്തിൻ്റെ പരപ്പളവ് പ്ലസ് ഈ സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം. സെക്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൃത്താംശത്തിൻ്റെ പരപ്പളവ്, ഈ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണത്, കൂട്ടുന്നതാണ്. പക്ഷെ അവിടെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വൃത്തത്തിൻ്റെ ആരം R, വൃത്തത്തിൻ്റെ ആരം വൃത്തസ്തൂപികയുടെ ചെരുവുയരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ 2 വാചകങ്ങൾ, സൂത്രവാക്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ കോണിലത്തെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ പറഞ്ഞാണ്, വൃത്തത്തിൻ്റെ ആരം വൃത്താംശത്തിൻ്റെ
ചെരുവുയരാണ്. L ഈക്വൽ ടു ക്യാപിറ്റൽ R. പിന്നെ ഒന്ന് അതിൻ്റെ കേന്ദ്രകോണുമായി ബന്ധപ്പെട്ടതാണ്. x/360 സമം സ്മോൾ r/ക്യാപിറ്റൽ R. ഇത് രണ്ടും പഠിച്ചാൽ നമുക്ക് അതിലത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഗോളമാണ്. ഗോളത്തിൽ പിന്നെ ഡയറക്റ്റ് സൂത്രവാക്യങ്ങളാണ്. വ്യാപ്തം കാണാൻ പറഞ്ഞാൽ 4/3 πr³, അർദ്ധഗോളാണെങ്കിൽ 2/3 πr³, ഉപരിതല പരപ്പളവാണെങ്കിൽ 4 πr². അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് അതിലത്തെ പ്രശ്നങ്ങൾ ചെയ്യാം. ഗോളത്തിൽ നമുക്ക് എല്ലാം സൂത്രവാക്യത്തിൽ ഡയറക്റ്റായ കാരണം വളരെ സിമ്പിളാണ്. പിന്നെ മുൻകാലങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, 2 സ്തൂപികാരൂപങ്ങൾ ചേർത്ത് വെച്ചിട്ട് വ്യാപ്തം കാണാൻ പറയും. ഒരു അർദ്ധഗോളും ഒരു വൃത്തസ്തൂപിയും ചേർത്ത് വെച്ചിട്ട് വ്യാപ്തം കാണാൻ പറയും. അപ്പോൾ നമ്മൾ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കാണുക, വൃത്തസ്തൂപിയുടെ വ്യാപ്തം കാണുക, രണ്ടും കൂടി കൂട്ടിയാൽ മതി. അതാണ് അതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ. പിന്നെ അതിൽ ഈ അടുത്ത് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, R ഈക്വൽ ടു A/S എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് കാണാനുള്ളത്. ഒരു അന്തർവൃത്തത്തിൻ്റെ ആരം സ്മോൾ ആറാണെങ്കിൽ അതിൽ ഒരു അന്തർവൃത്തത്തിൻ്റെ ഒരു ത്രികോണം ഉണ്ടായിരിക്കുമല്ലോ, ത്രികോണത്തിൻ്റെ ഏരിയ, അതായത് പരപ്പളവ് എയും ആ ത്രികോണത്തിൻ്റെ പാദ ചുറ്റളവിൻ്റെ പകുതി എസ്സും ആണെങ്കിൽ R ഈക്വൽ ടു A/S വെച്ചിട്ട് ആ അന്തർവൃത്തത്തിൻ്റെ ആരം കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാചക സൂത്രവാക്യം മനസ്സിലാക്കിയാൽ മതി, R ഈക്വൽ ടു A/S. പിന്നെ 9ാമത് പറയുന്നത് ജിയോമെട്രി ആൻഡ് ആൽജിബ്ര. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാമിതിയും ബീജഗണിതവും നമ്മുടെ നിർദ്ദേശാങ്ക ജാമിതി എന്ന് പറഞ്ഞ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. പിന്നെ അതിൽ ജാമിതിയും ബീജഗണിതത്തിൽ ഉപയോഗിക്കുന്നതാണ് സമവാക്യം. നമുക്ക് 2 സമവാക്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന് വരയുടെ സമവാക്യം, പിന്നെ ഒന്ന് വൃത്തത്തിൻ്റെ സമവാക്യം. വരയുടെ സമവാക്യം ചെയ്യുന്ന പോലെയല്ല വൃത്തത്തിൻ്റെ സമവാക്യം, രണ്ടും 2 രീതിയിലാണ് ചെയ്യുക. വരയുടെ സമവാക്യത്തിന് നമ്മളവിടെ നിർബന്ധമായിട്ടും ആ വരയുടെ ചെരുവുയരം കണ്ടെത്തണം. ചെരുവുയരം കണ്ടെത്താനായി y2 - y1 / x2 - x1 ഉപയോഗിച്ചാൽ മതി. ഈ ചെരുവുയരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സും വൈയും എടുക്കുക, 2 ബിന്ദുക്കളും ഒരു ബിന്ദു ഉപയോഗിച്ചാൽ നമുക്ക് സമവാക്യം ഉപയോഗിക്കാം. വൃത്തത്തിൻ്റെ സമവാക്യമാണെങ്കിൽ വീണ്ടും മാറി, ആ വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദു കിട്ടണം, ആ വൃത്തത്തിൽ ഒരു ബിന്ദു കിട്ടണം, ആ ബിന്ദുവും കേന്ദ്രവും തമ്മിലുള്ള ആരം കിട്ടണം. അങ്ങനെയാണെങ്കിൽ x - a² + y - b² ഈക്വൽ ടു r² എന്ന രൂപം ഉപയോഗിച്ചിട്ട് വൃത്തത്തിൻ്റെ സമവാക്യം രൂപീകരിക്കാൻ കഴിയും. ഒരു വരയുടെ സമവാക്യം വൃത്തത്തിൻ്റെ സമവാക്യത്തും ഈ 2 ഒരെണ്ണം ഉറപ്പാണ്. ഒന്നുകിൽ വൃത്തത്തിൻ്റെ സമവാക്യമായിരിക്കും, അല്ലെങ്കിൽ വരയുടെ സമവാക്യമായിരിക്കും. 2 ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പോകണം. പിന്നെ 2 പോയിന്റ്സ് തമ്മിലുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ അത് ഡിസ്റ്റൻസ് ഫോർമുല. നമ്മൾ നിർദ്ദേശാങ്ക ജാമിതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അകലം കാണാനുള്ള സൂത്രവാക്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ √(x2 - x1² + y2 - y1²). അത് ഉപയോഗിക്കണത് എന്താ പറയുക, ചിലപ്പോൾ ഒരു ത്രികോണം തരും, എന്നിട്ട് പറയും ഈ ത്രികോണം ഒരു സമാർശ ത്രികോണമാണോ, അല്ലെങ്കിൽ ഒരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്നൊക്കെ പരിശോധിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ആ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ അകലത്തിൻ്റെ സൂത്രവാക്യം ഉപയോഗിച്ച് കണ്ടെത്തുക. എന്നിട്ട് 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അത് സമാർശ ത്രികോണമാണ്. പൈതഗോറസ് തിയറം പാലിക്കപ്പെടുകയാണെങ്കിൽ അതൊരു മട്ടത്രികോണമാണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ പോളിനോമിയൽസ് എന്നുള്ള പാഠത്തിൽ നിന്ന് എങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരാറ്? പോളിനോമിയൽസിൽ ഘടകം കണ്ടെത്തുക എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതി ഉപയോഗിക്കാം. ഘടകക്രിയ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടല്ലോ, 2ആം സമവാക്യത്തിലെ അതിലത്തെ സൂത്രവാക്യം ഉപയോഗിക്കാം. -b + or - √(b² - 4ac / 2a) അത് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഒരു രീതി പറയുന്നുണ്ട്, p(x - p) രീതി. ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് പറയുന്നുണ്ട് p(x - p) രീതി ഉപയോഗിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് p(x) അവർ തന്നിട്ടുണ്ടാവും. p(a) എന്നുള്ളത് ചിലപ്പോൾ p(1) ആയിരിക്കാം, p(2) ആയിരിക്കാം. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് ഒരു വില കിട്ടും, അത് ഇതിൽ നിന്ന് കുറച്ചിട്ട് വീണ്ടും ഫാക്ടറൈസ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു രീതിയും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി മെത്തേഡ് ഏതാണോ, ഏറ്റവും എളുപ്പമായ രീതി ഏതാണോ അത് ഉപയോഗിക്കാം.
പല കുട്ടികളും -B+or കാരണം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ വാചകമാണല്ലോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ദ്വിമാന സമവാക്യങ്ങൾ പഠിച്ച രീതിയാണല്ലോ, അപ്പോൾ അത് ഉപയോഗിക്കും. അല്ല ഇന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, P(x) - P(a) രീതിയിൽ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ആ രീതിയിൽ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും തെറ്റിക്കാറുള്ളൊരു ചോദ്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിലത്തെ ചോദ്യങ്ങൾ. അത് തെറ്റിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 ഇതുള്ളൂ. ഒന്ന് മീൻ കാണുക എന്നുള്ളത്, മാധ്യം കാണുക എന്നുള്ളത്. മാധ്യം കാണാൻ നമ്മൾ 8ാം ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നതാണ്. ആകെ തുക ബൈ ആകെ എണ്ണം, എല്ലാം കൂടി കൂട്ടുക, അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ മാധ്യം കാണുവാൻ വളരെ സുഖമാണ്. പിന്നെ ഒന്നാണ് മധ്യമം എന്നുള്ളത്. മധ്യമം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ചാപ്റ്ററിൽ. അത് 3 രീതിയിൽ മധ്യമം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 2 രീതി പരീക്ഷിച്ച് വയ്ക്കും. നമ്മൾ ഏത് രീതിയാണ് വന്നതെന്നുള്ളത് കണ്ടെത്തണം. ഒന്ന് അതിൻ്റെ സംഖ്യകൾ മാത്രം തരിക, അതിന് 1ാം രീതി എന്ന് പറയും. സംഖ്യകൾ മാത്രം തരികയാണെങ്കിൽ നമ്മൾ തന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതുക. അപ്പോൾ സംഖ്യകൾ മാത്രമേ ഉള്ളെങ്കിൽ തന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, അവരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക, ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതുക. എന്നിട്ട് കൃത്യം മധ്യത്തിൽ നടുക്ക് ആരാണ് വരുന്നത് അവരെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നടുക്കിൽ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, ആ ഒരാളെ മാത്രം എടുത്ത് എഴുതാം. സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ നടുക്ക് 2 സംഖ്യ വരും. അങ്ങനെ 2 സംഖ്യകൾ വരികയാണെങ്കിൽ അവ രണ്ടും തുക കണ്ടെത്തി അതിൻ്റെ പകുതി ശരാശരി കണ്ടെത്തണം. പിന്നെ 2ാമത്തെ രീതിയാണ് സംഖ്യം തരും, അതിൻ്റെ ആവൃത്തിയും തരും, ഫ്രീക്വൻസിയും തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവർത്തിക പട്ടിക തയ്യാറാക്കണം. ആവർത്തിക പട്ടിക തരികയാണെങ്കിൽ ഇങ്ങനെ കൂട്ടി പോകുക. കൂട്ടി പോയിട്ട് അവസാനം എത്രയോ തുകയാണ് കിട്ടുന്നത് ആ തുകയുടെ പകുതി, കാരണം പകുതി എന്ന് പറഞ്ഞാൽ മധ്യമം എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള വില എന്നാണ്, പകുതിയിലുള്ള വില എന്നാണ്, അതുകൊണ്ടാണ് പകുതി കാണുന്നത്. ആ പകുതി കാണുക, പകുതി എവിടെയാണ് എടുക്കുന്നത് നമുക്ക് ആ ടേബിൾ നോക്കി കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. പിന്നെ 3ാമത്തെ രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു രീതിയും നമ്മൾ നേരത്തെ തന്ന പോലെ തന്ന പട്ടികേനെ ആവർത്തിക പട്ടികയിലേക്ക് മാറ്റാം. ആവർത്തിക പട്ടികയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വില കൂട്ടി വന്ന് അവസാനം കിട്ടുന്ന വിലയുടെ പകുതി എടുക്കുക. പകുതി വരുന്ന ടേബിള് ആ ക്ലാസ് അത് മാത്രം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എളുപ്പ വഴിയുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ F+n-1 × d എന്ന സൂത്രവാക്യത്തിൽ അത് കൊടുത്ത് നമുക്കത് കണ്ടെത്താൻ പറ്റും. ഈ എഫ് കണ്ടെത്തണം, ഈ n കണ്ടെത്തണം, d കണ്ടെത്തണം. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സൂത്രവാക്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സുഖകരമായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല. ആദ്യത്തിൽ 4 ചോദ്യങ്ങളായിരിക്കും. നമ്മളതിൽ എപ്പോഴും 2 മാർക്കിലാണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്. 2 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ തരും. അതിൽ 3 എണ്ണം കണ്ടെത്തണം, 3 എണ്ണം ആൻസർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 3 മാർക്കിൻ്റെ നമുക്കൊരു 6 ചോദ്യങ്ങൾ തരും, 4 എണ്ണം ചെയ്യണം. 6 എണ്ണം തരും, 4 എണ്ണം ചെയ്യണം 3 മാർക്കിൻ്റെ. അതുപോലെ നമുക്കിനി വരാൻ പോണത് 4 മാർക്കിൻ്റെയാണ്. 4 മാർക്കിൻ്റെ 9 എണ്ണം തരും, 8 എണ്ണം ചെയ്യേണ്ടി വരും. 9 എണ്ണം തരും, 8 എണ്ണം ചെയ്യാം. പിന്നെ 5 മാർക്കിൻ്റെയാണ്. 5 മാർക്കിൻ്റെ 8 എണ്ണം തരും, 6 എണ്ണം ചെയ്യണം. 8 എണ്ണം തരും, അതിന് 6 എണ്ണം ചെയ്യണം. പിന്നെ ആ ചോദ്യ പേപ്പറിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമുണ്ട്, അതിനും 5 മാർക്ക് തന്നെയായിരിക്കും. അവസാനത്തെ ചോദ്യം കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പാരഗ്രാഫ് തരും. അതിലെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചെയ്ത രീതികൾ തരും. അതിന് ബേസ് ചെയ്തത് ഒരു 5 സിമ്പിൾ ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. അത് നമ്മുടെ പാഠഭാഗമായിട്ട് ബന്ധമുണ്ടാവില്ല. നമ്മുടെ ഗണിതപരമായ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ആഭിമുഖ്യം എന്ന് പറയില്ലേ, ഗണിതത്തോടുള്ള നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയില്ലേ, എത്രത്തോളം ഒരു ഗണിത പ്രശ്നത്തെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാൻ നമുക്ക് കഴിവുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി അവസാനത്തെ ചോദ്യം നമ്മുടെ പാഠഭാഗത്തു നിന്നായിരിക്കില്ല, നമ്മുടെ പാഠഭാഗത്തു നിന്ന് പുറത്തുനിന്നുള്ളൊരു ചോദ്യമായിരിക്കും. അത് ഒരു പാരഗ്രാഫ്, ഒരു ഗണിത വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് തരും. അത് 2 or 3 തവണ നമ്മൾ ആ പാരഗ്രാഫ് വായിക്കണം. 3 തവണ ആവർത്തിച്ച് വായിക്കുമ്പോൾ തനിയെ അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള വഴികളും അതിലുണ്ടാവും, അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടൊരു 5
സിമ്പിൾ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താനുള്ള ഒരു 5 ചോദ്യങ്ങളുണ്ടാവും. നമ്മൾ ഈ പാരഗ്രാഫ് കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ ഈ 5 എണ്ണത്തിന് നമുക്ക് ആൻസർ കണ്ടെത്താൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന് കൺസ്ട്രക്ഷൻസ് തരും? അത് നല്ല ചോദ്യമാണ്. കൺസെഷൻസ് ഒരു 15 മാർക്ക് എന്തായാലും നിർമ്മിതിക്ക് തന്നെ ഉണ്ടാവും. ഉറപ്പുള്ള നിർമ്മിതികൾ പറയാം. ചതുരത്തിന് തുല്യപരപ്പളവുള്ള സമചതുരം വരയ്ക്കുക, 4 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പാണ്. പഠിച്ചു പോവുക. ഏതൊരു കുട്ടിക്ക് അത് പഠിച്ചു പോവാം. അതൊരു നിർമ്മിതിയാണ്. പിന്നെ തൊടുവര വരയ്ക്കുക. തൊടുവര 2 രീതിയിൽ വരയ്ക്കാമെന്ന് മാഷ് പറഞ്ഞല്ലോ. ഒന്ന് ബിന്ദു വൃത്തത്തിന് പുറത്ത്, ഒന്ന് ബിന്ദു വൃത്തത്തിൽ. 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. 3 മാർക്കുണ്ട്. പിന്നെ ഒന്ന് ചോദിക്കുക പരിവൃത്തം വരയ്ക്കാൻ. പരിവൃത്തം സർക്കം എന്ന് ഇംഗ്ലീഷിൽ പറയും. 2 രീതിയുണ്ട്. അതിൽ ഒന്നാമത്തെ രീതി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച രീതിയാണ്. ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുള്ളത്. അതിപ്പോൾ ചോദിക്കാറില്ല. പിന്നെ ത്രികോണത്തിൻ്റെ കോണുകൾ തന്നിട്ടുള്ള രീതിയുണ്ട്. അത് 10ാം ക്ലാസ് രീതിയാണ്. ത്രികോണത്തിൻ്റെ കോണുകൾ തന്ന് പരിവൃത്തം വരയ്ക്കാം. അപ്പോൾ തന്നിരിക്കുന്ന കോണിൻ്റെ അവിടെ ത്രികോണത്തിൻ്റെ കോണുകൾ തന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ആ വൃത്തത്തിൻ്റെ ആരവും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ആരം ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുക. തന്ന കോണിൻ്റെ നമ്മൾ അന്തർവൃത്തത്തിൽ തന്ന കോൺ 180 കുറച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ പരിവൃത്തത്തിൽ തന്ന കോണിൻ്റെ ഇരട്ടിയെടുത്ത് കേന്ദ്രകോൺ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് പരിവൃത്തം വരയ്ക്കാൻ പറ്റും. പിന്നെ ഈ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് മിനിമം വേണ്ടി വരും ഒരാൾക്ക്? കൃത്യമായിട്ടും 80 മാർക്കിനാണ് എഴുത്ത് പരീക്ഷ. അതിൽ 70 മാർക്കിന് കിട്ടണം. 70 മാർക്ക് ഒരു കുട്ടി എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കുകയും 20 മാർക്ക് അവരുടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ പഠന പ്രവർത്തനത്തിൻ്റെ മാർക്കായിട്ട് ഒരു 20 മാർക്കും കിട്ടും. അപ്പോൾ 70 + 20 90ഉം അതിൻ്റെ മുകളിലേക്കും കിട്ടിയാൽ A+. 90ഉം അതിൻ്റെ മുകളിലേക്ക് 100 വരെ കിട്ടിയാൽ A+ ആണ്. അപ്പോൾ എൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മാഷിന് വല്ല ടിപ്സ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ? ടിപ്സ് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി കുട്ടികൾ പാഠഭാഗത്തിലെ ആശയം നല്ല രീതിയിൽ ഗ്രഹിക്കണം. അതൊരു നിർബന്ധ ബുദ്ധിയുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു 3 വർഷത്തെ ചോദ്യപേപ്പർ എടുക്കുക. SLC ചോദ്യപേപ്പർ എടുക്കുക. ഒരേ പാറ്റേണിലാണ് അതിൻ്റെ ചോദ്യഘടന വരുന്നത്. ആ 3 ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കുട്ടി ഒന്ന് നന്നായി വായിച്ച് ചെയ്യുക. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി ചെയ്യുക. പറ്റുമെങ്കിൽ അത് ഒരു വട്ടം കാണാതെ ഒന്ന് എഴുതി നോക്കുക. കാണാതെ ഒരു വട്ടം ആൻസർ ചെയ്ത് നോക്കുക. അങ്ങനെ 3 ചോദ്യപേപ്പർ. ഇതിപ്പം ഗണിതത്തിന് മാത്രമല്ല ഏത് വിഷയത്തിനും ചെയ്യാം. തീർച്ചയായിട്ടും ആ കുട്ടി ഇതുപോലെ 3 വർഷത്തെ ഇങ്ങനെ കാണാതെ എഴുതാൻ പറ്റുന്നൊരു നിലയിലേക്ക് എത്തി കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാം ആ കുട്ടിക്ക് എന്തായാലും A+ കിട്ടും. ഇനി എന്തെങ്കിലും? ഞാൻ വന്നത് കുറേ ഡൗട്ടൊക്കെ ആയിട്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ വളരെ സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ മാഷ് ഇപ്പോൾ പറഞ്ഞു തന്നത് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ഡൗട്ടും ക്ലിയറായി. എന്തായാലും A+ ഉറപ്പുമായി. മാഷിന് പറഞ്ഞു തരാൻ സമയം കണ്ടെത്തിയതിൽ താങ്ക്സ്. അപ്പോൾ ഗണിത വിഷയം എല്ലാവരും ഭയത്തോട് സമീപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മളതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ മതി. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതോടൊപ്പം അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക നമ്മൾ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത്. പിന്നെ നിർമ്മിതി പറഞ്ഞല്ലോ, നിർമ്മിതിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുക. നല്ലോണം നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നിർമ്മിതി. അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ അതിൽ മാധ്യമം 3 രീതിയും അത് കുട്ടികൾ പഠിക്കണം. പിന്നെ ഒരു പ്രധാന ഒരു ഇതുണ്ട് ചോദ്യത്തിനെയും, അതായത് 3 മാർക്ക് 4 മാർക്കിലൊക്കെ വരുമ്പോൾ 4 മാർക്ക് 5 മാർക്കിലാണ് അധികം ഉണ്ടാവുക. A ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യൻ എന്നുണ്ടാവും. എല്ലാ കുട്ടികളും ഉപയോഗിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ. 4 മാർക്കിൻ്റെയും 5 മാർക്കിനൊക്കെ A ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൽ A ക്വസ്റ്റ്യൻ എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഒന്ന് റീഡ് ചെയ്താൽ ഒന്ന് വായിച്ചാൽ അപ്പം നേരിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും A ക്വസ്റ്റ്യൻ. ബിയും സ്വല്പം ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ചെയ്യും. C മാത്രമാണ് കുറച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, എല്ലാ ചോദ്യങ്ങളുടെയും A ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. കാരണം അവിടെ നിന്നൊക്കെ ഓരോ മാർക്ക് കിട്ടുകയാണല്ലോ. A ക്വസ്റ്റ്യൻ എപ്പോഴും ഡയറക്റ്റ് എൻട്രി ആൻസറിങ് ആയിരിക്കും. അതായത് വായിച്ച ഉടനെ പെട്ടെന്ന് എളുപ്പത്തിൽ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാ ചോദ്യങ്ങളുടെയും A ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും.
അപ്പോൾ അത് കളയണ്ട, അത് എല്ലാ കുട്ടികളും ഉപയോഗിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും പാഠഭാഗത്തു നിന്നായിരിക്കില്ല, പാഠഭാഗത്തിൻ്റെ പുറത്തുനിന്നായിരിക്കും. അതേതൊരു കുട്ടിക്കും അതവരുടെ ഗണിത അഭിരുചി കണ്ടെത്താൻ വേണ്ടി തരുന്ന ചോദ്യമാണ്. നമ്മൾ 3 തവണ വായിക്കുക, വായിച്ചിട്ട് അതിലെങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക രീതി അതിൽ തന്നെ ഉണ്ടായിരിക്കും. ഉത്തരം കണ്ടെത്തിയ രീതി അതിൽ അവർ തന്നിട്ടുണ്ടാകും. അതിനനുസരിച്ച് 5 സിമ്പിൾ ക്വസ്റ്റ്യൻസ്, വളരെ ലളിതമായ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ 5 ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ദേവദത്തൻ പറഞ്ഞ മാതിരി ഈ ഗണിതം എല്ലാവർക്കും നല്ല എളുപ്പമാവട്ടെ. ഈ വരാൻ പോകുന്ന SSLC പരീക്ഷയ്ക്ക് ദേവദത്തിന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും A+ കിട്ടട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.